നിങ്ങളുടെ ലൈഫിൽ നിങ്ങളിപ്പോ കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പ്രൊഫഷനിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ എന്താണ് കമ്പനി സെക്രട്ടറി, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കരിയർ ആസ് എ കമ്പനി സെക്രട്ടറി. എങ്ങനെ നമുക്ക് കമ്പനി സെക്രട്ടറി ആവാം, കമ്പനി സെക്രട്ടറി എങ്ങനെ പഠിച്ച് പാസ്സാവാം, എന്താണ് അതിൻ്റെ ഫ്യൂച്ചർ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് കിടക്കാം. സ്റ്റാർട്ട് ചെയ്യട്ടെ? യെസ്. ഓൾ റൈറ്റ്. ഇത് ഏത് സിനിമയിലാണെന്ന് പറയാൻ പറ്റുമോ? Can you tell me which is this scene? Which is this scene from film? ഏത് ഫിലിമിന്റെ സീനാണ്? പറയാൻ പറ്റുമോ? ഞാനൊരു ഡയലോഗും കൂടി ഇടാം. ഗോഡ് ഫാദർ എന്ന് പറയുന്ന സിനിമയിലെ ഒരു രംഗമാണ്. ഓക്കെ, ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനാണ്. ജഗദീഷും ഇന്നസെന്റും മുകേഷും ആയിട്ട് സംസാരിക്കുന്നത്. അതിലൊരു സെന്റൻസ് ആണ്, നീയൊക്കെ എന്തിനാ പഠിക്കുന്നത് എന്ന്, അല്ലെ? അപ്പൊ അതിന്റെ ആൻസർ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത് ടു ബിക്കം എ കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽ. കമ്പനി സെക്രട്ടറി ആകാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ടു ബിക്കം എ കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽ. അതിനു മുമ്പായിട്ട്, കമ്പനി സെക്രട്ടറിയെ കുറിച്ച് പഠിക്കുന്നതിന് മുമ്പായിട്ട്, നമ്മളിപ്പോ ഒരാളെ കാണുമ്പോൾ അയാള് ഏത് ഫാമിലിയിൽ നിന്നാണ്, അദ്ദേഹത്തിന്റെ തറവാട് എവിടെയാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ കമ്പനി സെക്രട്ടറിയുടെ കാര്യം പറയുമ്പോൾ നമ്മൾ കമ്പനി സെക്രട്ടറിയുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാന്ന് വെച്ചാൽ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ എന്നാണ്. അതൊരു നിയമപ്രകാരമാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പോ ഫങ്ഷൻ ചെയ്യുന്നത്. കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980 എന്ന് പറയുന്ന നിയമപ്രകാരമാണ് ഈ പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് വർക്ക് ചെയ്യുന്നത്. മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ കീഴിലാണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറിയുടെ തറവാട് എന്ന് പറയുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അതിനെ ഗൈഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. അപ്പോൾ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കമ്പനി സെക്രട്ടറി പ്രൊഫഷണലിനെ കൺട്രോൾ ചെയ്യുന്ന, ആ കമ്പനി സെക്രട്ടറി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുകയും അവരെ നേർവഴിക്ക് നയിക്കുന്നതും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. നിലവില് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ 62,000 മെമ്പേഴ്സ് ഉണ്ട്. അസോസിയേറ്റ് മെമ്പറും ഫെല്ലോ മെമ്പറും ആയിട്ട് 62,000 മെമ്പേഴ്സ് ഉണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം സ്റ്റുഡൻസ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ പഠിക്കുന്നുണ്ട്. അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഒരു ഓവറോൾ ഐഡിയ നമുക്ക് പറയാൻ സാധിക്കുന്നത്. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. അത് കമ്പനി സെക്രട്ടറീസ് ആക്ട് 1980 പ്രകാരമാണ് ഫങ്ഷൻ ചെയ്യുന്നത്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കൺട്രോൾ ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആണ്. ദെൻ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കീഴിൽ വരുന്നതാണ് കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽസ്. ഏകദേശം 62,000 മെമ്പേഴ്സും ഉണ്ട്, 4 ലക്ഷത്തോളം സ്റ്റുഡൻസും ഉണ്ട്. ഓക്കെ, ഈ പറയുന്ന സെഷനിൽ ഞാൻ 6 കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആരാണ് ഈ കമ്പനി സെക്രട്ടറി, കമ്പനി സെക്രട്ടറിയുടെ പ്രൊഫഷൻ എന്തൊക്കെയാണ്, കമ്പനി സെക്രട്ടറിയുടെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, കമ്പനി സെക്രട്ടറിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ എത്രയാണ്, ഇന്ത്യയിലുള്ള കമ്പനി സെക്രട്ടറിയുടെ സ്കോപ്പ് എത്രയാണ്, എങ്ങനെ നമുക്ക് കമ്പനി സെക്രട്ടറി പഠിക്കാം എന്നതിനെ കുറിച്ച്. അങ്ങനെ 6 കാര്യങ്ങളാണ് ഈ പറയുന്ന സെക്ഷനിൽ ഞാൻ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ്, വാട്ട് ഈസ് എ കമ്പനി സെക്രട്ടറി? കമ്പനി സെക്രട്ടറി എന്നാൽ എന്താ? ആരാണ് കമ്പനി സെക്രട്ടറി? കമ്പനി സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ സഹിതം ഞാൻ പറയാം. ഇപ്പൊ മുഹമ്മദ് അനീഷ് സാറ് ഇൻഡസ്ട്രിയൽ സെക്രട്ടറി ആണ്. അപ്പോ മിനിസ്റ്റേഴ്സിനെ
നേർവഴിക്ക് അഡ്വൈസ് ചെയ്യുക എന്നാണ് ഒരു IAS കാരന്റെ മെയിൻ ഡ്യൂട്ടി. സെയിം കേസ് തന്നെയാണ് കമ്പനി സെക്രട്ടറിയുടെ. കമ്പനി സെക്രട്ടറി ഈസ് ആക്ടിങ് ആസ് ചീഫ് അഡ്വൈസർ ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ഒരു കമ്പനിയുടെ മെയിൻ റോളാണ് കമ്പനി സെക്രട്ടറി ചെയ്യുന്നത്. ഹി ഈസ് ആക്ടിങ് ആസ് ചീഫ് അഡ്വൈസർ ടു ദി ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ അഡ്വൈസ് ചെയ്യുകയും അവരെ നേർവഴിക്ക് നയിക്കുകയും ചെയ്യുന്ന ജോലിയാണ് കമ്പനി സെക്രട്ടറി. അതുകൊണ്ട് തന്നെ ഒരു സ്ഥാപനത്തില്, ഒരു കമ്പനിയില് കമ്പനി സെക്രട്ടറിയുടെ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ടോപ്പ് മോസ്റ്റ് പോസ്റ്റ് ആണ് ആൻഡ് ഹോട്ട് പോസ്റ്റ് ആണ്. കാരണം എല്ലാത്തിനും ഉത്തരം നൽകേണ്ട ആളാണ് കമ്പനി സെക്രട്ടറി. കാരണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ കീഴില് അല്ലെങ്കിൽ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്ന ആളായതുകൊണ്ടാണ് കമ്പനി സെക്രട്ടറി പോസ്റ്റ് ഹോട്ട് പോസ്റ്റ് എന്ന് പറയാൻ കാരണം. രണ്ടാമത്തത്, റെസ്പോൺസിബിൾ ഫോർ റെഗുലേറ്ററി കംപ്ലയൻസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മുത്തൂറ്റ് ഫിനാൻസ് എന്ന് പറയുന്നത് ഗോൾഡ് ലോൺ ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ ആ കമ്പനിയിൽ നിയമപ്രകാരം കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. ഗോൾഡ് ലോൺ ബിസിനസ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള RBI റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയൻസ് ഉണ്ടാവും. കമ്പനി നിയമത്തിലെ കുറെ കംപ്ലയൻസ് ഉണ്ടാവും. ആ കമ്പനി നേർവഴിക്ക് നയിക്കേണ്ട ജോലി കമ്പനി സെക്രട്ടറിയുടേതാണ്. അതുകൊണ്ടാണ് കമ്പനി സെക്രട്ടറി വിൽ ബി റെസ്പോൺസിബിൾ ഫോർ ഓൾ റെഗുലേറ്ററി കംപ്ലയൻസ് ഓഫ് ദി കമ്പനി. കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റെഗുലേറ്ററി കംപ്ലയൻസിന്റെയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ആളാണ് കമ്പനി സെക്രട്ടറി. തേർഡ് വൺ, he is a corporate planner and a strategic manager. ഇദ്ദേഹം കോർപ്പറേറ്റ് പ്ലാനറും ആണ് സ്ട്രാറ്റജിക് മാനേജറും ആണ്. എന്താണ് കോർപ്പറേറ്റ് പ്ലാനർ എന്ന് വെച്ചാൽ, ഞാനൊരു ഉദാഹരണം പറയാം. കോർപ്പറേറ്റ് പ്ലാനർ എന്ന് പറയുമ്പോൾ ഇപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എൻ്റെ അടുത്ത് ചോദിച്ചു വാർഷിക ഡിവിഡൻഡ് എത്ര കൊടുക്കണമെന്ന്. അതായത് നമ്മുടെ ലാഭത്തിന് അനുപാതികമായിട്ടാണ് നമ്മൾ ഡിവിഡൻഡ് ഡിക്ലെയർ ചെയ്യുന്നത്. അതെത്ര കൊടുക്കാം, എത്ര വേണം എന്ന് കമ്പനി സെക്രട്ടറിയുടെ അടുത്ത് ഒരു അഡ്വൈസ് ചോദിച്ചു. അപ്പോൾ ഒരു കമ്പനി സെക്രട്ടറി റിപ്ലൈ തരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ലാഭം നോക്കുക, ദെൻ പേ ഔട്ട് എത്ര ഡിവിഡൻഡ് ആയിട്ട് പോവും, ദെൻ ഡിവിഡൻഡിന് നേരത്തെ ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് എന്ന് പറയുന്ന ടാക്സ് ഉണ്ടായിരുന്നത് ഇപ്പൊ ഇല്ല. ഡിവിഡൻഡ് ഡിസ്ട്രിബ്യൂഷൻ ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സ് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, എത്രയാണ് എമൗണ്ട്, അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്രയാണ് ലാഭവിഹിതം കൊടുക്കേണ്ടത് അത് സജസ്റ്റ് ചെയ്യുകയും അഡ്വൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ജോലിയാണ് കമ്പനി സെക്രട്ടറിയുടേത്. അതുകൊണ്ടാണ് കോർപ്പറേറ്റ് പ്ലാനർ ആൻഡ് സ്ട്രാറ്റജിക് മാനേജർ എന്ന് പറയുന്നത്. ഇത് കൂടാണ്ട് CSR, കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി, CSRൽ എത്ര ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യണം, എത്ര ഫണ്ട് സ്പെൻഡ് ചെയ്യണം, ഇപ്പൊ ബോണസ് ഇഷ്യൂ, ബോണസ് ഷെയർ കൊടുക്കണമെങ്കിൽ എത്ര കൊടുക്കണം, അതിനുള്ള സജഷൻസും അഡ്വൈസും എല്ലാം കൊടുക്കുന്നത് കമ്പനി സെക്രട്ടറിയാണ്. കാരണം ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടാണ് കമ്പനി സെക്രട്ടറിനെ കാണുന്നത്. എല്ലാ ബോർഡ് മീറ്റിംഗിലും എല്ലാ കമ്മിറ്റി മീറ്റിംഗിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരേ ഒരു വ്യക്തി കമ്പനി സെക്രട്ടറിയാണ്. വേറെ ഒറ്റൊരു വ്യക്തിക്കും ഒറ്റ പ്രൊഫഷനിലും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് കമ്പനി സെക്രട്ടറി വിൽ ബി ട്രീറ്റഡ് ആസ് ഈസ് ട്രീറ്റിംഗ് ആസ് കോർപ്പറേറ്റ് പ്ലാനർ ആൻഡ് സ്ട്രാറ്റജിക് മാനേജർ എന്ന് പറയാൻ കാരണം. ആൻഡ് ലാസ്റ്റ് പറയുന്നത് എന്താണ്, ഹീസ് ദി ഓഫീസർ ഹു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് ദി കമ്പനി. കമ്പനിയുടെ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ ആണ് കമ്പനി സെക്രട്ടറി. എന്തുകൊണ്ടാണ്? ബോർഡ് മീറ്റിംഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഒഴികെയുള്ള ഒരേ ഒരു വ്യക്തി കമ്പനി സെക്രട്ടറി മാത്രമേ ഉള്ളൂ. അപ്പൊ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൽ ഡിസിഷൻ എടുക്കുന്ന കാര്യത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ആകെ കമ്പനി സെക്രട്ടറിക്ക് മാത്രമേ അറിയുള്ളൂ. വേറെ ഒറ്റൊരു വ്യക്തിക്കും ആ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാൻ സാധ്യത കുറവാണ്, ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഹി ഈസ് ദി പേഴ്സൺ ഹു മെയിൻറ്റെയിൻ സീക്രസി ഓഫ് ദി കമ്പനി എന്ന് പറയാൻ കാരണം. ഇദ്ദേഹം കമ്പനിയുടെ കാര്യങ്ങൾ, സീക്രസി ആയിട്ടുള്ള കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ കമ്പനി സെക്രട്ടറി, അല്ലെങ്കിൽ പേര് തന്നെ ഉണ്ട് സീക്രട്ട്,
സീക്രട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു പ്രൊഫഷണൽ എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി. ആൻഡ് കമ്പനി സെക്രട്ടറി ഈസ് നോൺ ടു ബി ചീഫ് കംപ്ലയൻസ് ഓഫീസർ. അദ്ദേഹത്തെ ചീഫ് കംപ്ലയൻസ് ഓഫീസർ എന്ന് വിളിക്കും. ഇപ്പൊ ഞാൻ കിറ്റെക്സ് ഗാർമെന്റ്സിൽ വർക്ക് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ഡെസിഗ്നേഷൻ എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി ആൻഡ് കംപ്ലയൻസ് ഓഫീസർ എന്നാണ്. അതായത് കമ്പനിയുടെ നിയമപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം കമ്പനി സെക്രട്ടറിക്കാണ്. അതാണ് കമ്പനി സെക്രട്ടറിയെ കുറിച്ച് പറയാനുള്ള ഒരു ഓവറോൾ വ്യൂ. ഓക്കെ, കമ്പനി സെക്രട്ടറി എ ഡിസിപ്ലിനറി മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽ. കമ്പനി സെക്രട്ടറി എ മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽ. എന്തുകൊണ്ട് അത് പറയാൻ കാരണം, കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് നിയമങ്ങൾ മാത്രമല്ല, അത് കൂടാണ്ട് ഫിനാൻഷ്യൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. അതായത് നിയമങ്ങൾ എന്ന് പറയുമ്പോൾ കമ്പനി നിയമം മാത്രമല്ല, സെക്യൂരിറ്റീസ് നിയമം ഉണ്ടാവും, ഫെമ ഫോറക്സിന്റെ നിയമങ്ങളുണ്ടാവും, ലേബർ നിയമങ്ങളുണ്ടാവും. അത് കൂടാണ്ട് ഫിനാൻസ് നിയമങ്ങൾ, അതായത് GST, ഇൻകം ടാക്സ്, അതിനെക്കുറിച്ചുള്ള അവബോധം, അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് കമ്പനി സെക്രട്ടറിക്ക് ഉണ്ടാവണം. അതുകൊണ്ടാണ് കമ്പനി സെക്രട്ടറി ഈസ് ഹാവിങ് മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽ. അതായത് കമ്പനി സെക്രട്ടറിനെ വിളിക്കുന്നത് മൾട്ടി ഡിസിപ്ലിനറി പ്രൊഫഷണൽ എന്നാണ്. ഇനി അപ്പൊ വാട്ട് ഈസ് ദ കമ്പനി സെക്രട്ടറി നമ്മൾ കണ്ടു. ഇനി രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നത് കമ്പനി സെക്രട്ടറി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയൊക്കെ ജോലി ചെയ്യാം, അതിനുള്ള ആൻസർ ആണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. പ്രോസ്പെക്ട്സ് ഓഫ് CS പ്രൊഫഷൻ. CS പ്രൊഫഷൻസ് കമ്പനി സെക്രട്ടറി പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് രീതിയിൽ ജോലി ചെയ്യാം. ഒന്നാമത്തത് കമ്പനി സെക്രട്ടറി ഇൻ എംപ്ലോയ്മെന്റ്, എംപ്ലോയ്മെന്റിൽ ജോലി ചെയ്യാം. രണ്ടാമത്തത് പ്രൈവറ്റ് പ്രാക്ടീസ്, അതായത് നമുക്ക് സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ടും ജോലി ചെയ്യാം. രണ്ട് തരത്തിലാണ് CS പ്രൊഫഷണൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് കമ്പനിയിൽ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യാം, ഒരു ആളുടെ കീഴിൽ എംപ്ലോയി ആയിട്ട് ജോലി ചെയ്യാം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ്, അതിനെ പറയുന്ന പേരാണ് പ്രാക്ടീസ്. കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ് എന്നാ പറയുന്നത്. അപ്പൊ രണ്ട് തരത്തിലാണ് ജോലി ചെയ്യാൻ പറ്റുന്നത്, കമ്പനി സെക്രട്ടറി ഇൻ എംപ്ലോയ്മെന്റ് ആൻഡ് കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. 3. നെക്സ്റ്റ്, കമ്പനി സെക്രട്ടറി ഇൻ എംപ്ലോയ്മെന്റ്. ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ എംപ്ലോയി ആയിട്ട് കയറുകയാണെങ്കിൽ ഏതൊക്കെ കമ്പനിയിൽ നമുക്ക് കമ്പനി സെക്രട്ടറി ആയിട്ട് നിയമനം കിട്ടും, അതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എവറി ലിസ്റ്റഡ് കമ്പനി ആൻഡ് അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മോർ ദാൻ 10 crore. ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനിയോ അല്ലെങ്കിൽ പബ്ലിക് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റലിനനുസരിച്ച്, പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ 10 കോടിക്ക് മേലെ ആണെങ്കിൽ കീ മാനേജറൽ പേഴ്സണൽ ആയിട്ടായിരിക്കണം അപ്പോയിന്റ് ചെയ്യാനായിട്ട്. ലിസ്റ്റഡ് കമ്പനിയിലും അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 10 crore ഓർ മോർ, മൂലധനം 10 കോടി അതിൽ കൂടുതലുള്ള പബ്ലിക് കമ്പനി ആണെങ്കിൽ അതിലെ കമ്പനി സെക്രട്ടറി ഒരു കീ മാനേജറൽ പേഴ്സണൽ ആയിട്ടാണ് അറിയപ്പെടുന്നത്. എന്താണ് കീ മാനേജറൽ പേഴ്സണൽ അല്ലെങ്കിൽ KMP എന്ന് വെച്ചാൽ? KMP എന്ന് വെച്ചാൽ നമുക്ക് MD, വോൾ ടൈം ഡയറക്ടർ, മാനേജർ, CFO, CEO അവരുടെ സെയിം പൊസിഷൻ തന്നെയാണ് കമ്പനി സെക്രട്ടറിക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ് എ പൊസിഷൻ വിച്ച് ഇസ് ഗ്രാന്റഡ് ബൈ കമ്പനീസ് ആക്ട് 2013. കമ്പനി നിയമത്തിൽ ഈ പറയുന്ന പൊസിഷന് കൊടുക്കുന്ന ഒരു റെസ്പെക്ട് ആണ് KMP എന്ന് പറയുന്നത്, കീ മാനേജറൽ പേഴ്സണൽ. അപ്പോൾ ലിസ്റ്റഡ് കമ്പനിയിലും അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഓഫ് 10 crores ഓർ മോർ, ഈ പറയുന്ന സ്ഥാപനത്തില് കമ്പനി സെക്രട്ടറി KMP ആയിട്ടാണ് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ വരുന്നതെന്ന് വെച്ചാൽ പ്രൈവറ്റ് കമ്പനി. പ്രൈവറ്റ് കമ്പനിയുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ മൂലധനം 10 കോടിക്ക് മേലെ വരികയാണെങ്കിൽ അവിടെ ഒരു കമ്പനി സെക്രട്ടറി, വോൾ ടൈം കമ്പനി സെക്രട്ടറി വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാണ് കമ്പനി സെക്രട്ടറി? കമ്പനി സെക്രട്ടറി വിൽ ബി മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയിലെ മെമ്പർ ആയിരിക്കണം ഇതിൽ അപ്പോയിന്റ് ചെയ്യാനായിട്ട്. അവരെയാണ് കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 2 കാറ്റഗറികൾ വരുന്ന കമ്പനീസിലാണ് ഒരു കമ്പനി സെക്രട്ടറിക്ക് നിയമം വരുന്നത്. അപ്പോൾ കമ്പനി സെക്രട്ടറി പ്രൊഫഷണലിനെ നമ്മൾ നോക്കി കാണുകയാണെങ്കിൽ
നമ്മുടെ പേര് ഒന്നാണ്. അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പേര് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യ, പ്രൊഫഷന്റെ പേര് കമ്പനി സെക്രട്ടറി, ആൻഡ് നമുക്ക് കിട്ടുന്ന ഡെസിഗ്നേഷൻ അല്ലെങ്കിൽ പൊസിഷൻ എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറി എന്ന ഡെസിഗ്നേഷൻ ആയിട്ടായിരിക്കും കിട്ടുക. വേറെ പ്രൊഫഷണൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ മാനേജർ ഫിനാൻസ്, മാനേജർ ലീഗൽ, എക്സിക്യൂട്ടീവ് ഫിനാൻസ്, എക്സിക്യൂട്ടീവ് ലീഗൽ എന്ന രീതിയിലായിരിക്കും അറിയപ്പെടുന്നത്. പക്ഷേ കമ്പനി സെക്രട്ടറി എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ ഒരേ ഒരു കമ്പനി സെക്രട്ടറി ഉണ്ടാവുള്ളൂ. ആ പ്രൊഫഷണൽ അറിയപ്പെടുന്ന കമ്പനി സെക്രട്ടറി എന്ന പേര് തന്നെയാണ് അറിയപ്പെടുന്നത്. Company secretary is a vital link to all these stakeholders. അതായത് ഞാൻ പറഞ്ഞു കമ്പനി സെക്രട്ടറി പ്രൊഫഷൻ എന്ന് പറയുന്നത് ഹോട്ട് പൊസിഷൻ ആണ്, അതായത് ചൂടേറിയ ഒരു പൊസിഷൻ ആണ്. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കമ്പനി സെക്രട്ടറി എന്ന് പറയുന്ന പ്രൊഫഷണൽ ആയിരിക്കും ഉത്തരം കൊടുക്കേണ്ടത്. അതാരൊക്കെയാണ്? ഇൻവെസ്റ്റേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് കണക്ട് ചെയ്യുന്ന കമ്പനി സെക്രട്ടറിയാണ്. എംപ്ലോയീസ് ആയിട്ട് സമ്പർക്കം പുലർത്തുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ജനറൽ പബ്ലിക് ആയിട്ട്, സപ്പോസ് ഗവൺമെന്റ് കമ്പനിയിൽ ചിലപ്പോൾ RTI റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട് പ്രകാരം എന്തെങ്കിലും ഇൻഫോർമേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് റിപ്ലൈ കൊടുക്കേണ്ടത് കമ്പനി സെക്രട്ടറിയാണ്. പിന്നെ അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ബയേഴ്സോ ബാക്കിയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് സമ്പർക്കം പുലർത്തുന്നത് കമ്പനി സെക്രട്ടറിയാണ്. പിന്നെ മോർ ദാൻ ദാറ്റ് ഗവൺമെന്റ് ആൻഡ് റെഗുലേറ്റർ, സെൻട്രൽ ഗവൺമെന്റും സ്റ്റേറ്റ് ഗവൺമെന്റും പിന്നെ സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്റർ ആയിട്ടുള്ള RBI, സെബി, സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഇവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറിയാണ്. അപ്പോൾ ഒരു കമ്പനിയെ ഇവരായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കണക്ഷൻ പോയിന്റ് എന്ന് പറയുന്നത് കമ്പനി സെക്രട്ടറിയാണ്. ഇവര് എന്ത് ചോദിച്ചാലും കമ്പനി സെക്രട്ടറി ആയിരിക്കും ഉത്തരവാദി, ഇങ്ങനെ ആയിരിക്കും ആൻസർ പറയേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് company secretary is acting as a vital link between these stakeholders including shareholders. Role of company secretary in employment. ഒരു സ്ഥാപനത്തിൽ, ഒരു കമ്പനിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഏതൊക്കെ കമ്പനിയിലാണ് കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കമ്പനിയിൽ കമ്പനി സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മുടെ ജോബ് പ്രൊഫൈൽ എന്തായിരിക്കും, അതിന്റെ ആൻസർ ആണ് ഈ ഒരു സ്ലൈഡിൽ ഞാൻ പറയാൻ പോകുന്നത്. റോൾ ഓഫ് company secretary in employment. First one, reporting to the board of directors about compliance of corporate law. കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കിയിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള അഡ്വൈസസ് കൊടുക്കേണ്ടത്, റിപ്പോർട്ട് ചെയ്യേണ്ടത് ജോലി കമ്പനി സെക്രട്ടറിയുടേതാണ്. കമ്പനിയുടെ കണക്ട് ചെയ്യുന്ന കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള നിയമങ്ങൾ, അതായത് കമ്പനി നിയമങ്ങൾ വരും, സെക്യൂരിറ്റീസ് നിയമങ്ങൾ വരും, ലേബർ നിയമങ്ങൾ വരും, ഫോറക്സ് നിയമങ്ങൾ വരും, അല്ലാതുള്ള പല നിയമങ്ങൾ, കോമ്പറ്റീഷൻ കമ്മീഷൻ ആക്ട്, അങ്ങനത്തെ കുറേ നിയമങ്ങൾ കമ്പനി അഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. ആ നിയമങ്ങൾ കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ ഇല്ലയോ അതെല്ലാം നോക്കിയിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ട കടമ കമ്പനി സെക്രട്ടറിക്കാണ്. അപ്പോൾ ഒരു നിയമപാലകൻ എന്നാണ് കമ്പനി സെക്രട്ടറിയെ നമ്മൾ വിളിക്കേണ്ടത്. റിപ്പോർട്ടിംഗ് ടു ദി ബോർഡ് ഓഫ് ഡയറക്ടർ അബൌട്ട് compliance with the corporate law. രണ്ടാമത്തത്, providing guidance to the board of director for discharging their duty. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരു മിനിസ്റ്റർ, സ്റ്റേറ്റ് മിനിസ്റ്റർ, ഇപ്പോൾ ഒരു നമ്മുടെ ചീഫ് മിനിസ്റ്ററിന്റെ കാര്യം തന്നെ എടുത്തു നോക്കാം. ചീഫ് മിനിസ്റ്ററിനെ അഡ്വൈസ് ചെയ്യേണ്ട ഒരു ജോലി ചീഫ് സെക്രട്ടറിക്ക് ഉണ്ട്. അതായത് മിനിസ്റ്റർ ചെയ്യുന്ന കാര്യം കറക്റ്റ് ആണോ, ചിട്ടയോടെയാണോ ചെയ്യുന്നത്, എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടോ, അതെല്ലാം കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യേണ്ട ജോലി ചീഫ് സെക്രട്ടറിക്കാണുള്ളത്. അതേമാതിരി തന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുന്ന ജോലി കറക്റ്റ് ആണോ അല്ലയോ എന്ന് അഡ്വൈസ് ചെയ്യേണ്ട ജോലി കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. അതാണ് പറയുന്നത് പ്രൊവൈഡിങ് ഗൈഡൻസ് ടു ദി ബോർഡ് ഓഫ് ഡയറക്ടർ ഫോർ ഡിസ്ചാർജിങ് ദിയർ ഡ്യൂട്ടി. അവർ ചെയ്യുന്ന ഡ്യൂട്ടി കറക്റ്റ് ആണോ അല്ലയോ എന്ന് പറയേണ്ട കടമ കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. മൂന്നാമത്, ബോർഡ് മീറ്റിംഗും ജനറൽ മീറ്റിംഗും എല്ലാം കണ്ടക്ട് ചെയ്യേണ്ട അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യേണ്ട ജോലി കമ്പനി സെക്രട്ടറിക്കാണ്. നാലാമത്തത്, സ്റ്റാറ്റ്യൂട്ടറി റെഗുലേറ്റേഴ്സ്, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്, സെബി, MCA ഇവരൊക്കെ ആയിട്ട്
കണക്ട് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി വഴിയാണ്. അപ്പോൾ കമ്പനി സെക്രട്ടറിയാണ് കമ്പനിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി ആയിട്ട് കണക്ട് ചെയ്യുന്നത്. ലാസ്റ്റ്, അസിസ്റ്റിംഗ് ബോർഡ് ഓഫ് ഡയറക്ടർ ഇൻ കണ്ടക്ട് ഓഫ് അഫയേഴ്സ് ഓഫ് ദി കമ്പനി. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കറക്റ്റായിട്ട് അഡ്വൈസ് ചെയ്യേണ്ട ജോലി കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. അപ്പോൾ റോൾ ഓഫ് കമ്പനി സെക്രട്ടറി ഇൻ എംപ്ലോയ്മെന്റ് സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ, നിയമപ്രകാരം എന്തൊക്കെയാണോ ചെയ്യേണ്ടത് അത് ചെയ്യേണ്ട കടമ കമ്പനി സെക്രട്ടറി ആയിട്ടുള്ള നിയമപാലകനുണ്ട്. അതാണ് കമ്പനി സെക്രട്ടറി ഇൻ എംപ്ലോയ്മെന്റിലുള്ള റോള്. ഇനി ഞാൻ രണ്ടാമത്തെ കാര്യം പറഞ്ഞു, അതായത് ഒരു കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽ ആയി കഴിഞ്ഞാൽ രണ്ട് തരത്തിൽ നമുക്ക് ജോലി ചെയ്യാം. എംപ്ലോയ്മെന്റിൽ വരാം, അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ആയിട്ട് സ്വയം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്യാം. അതാണ് കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. സെൽഫ് എംപ്ലോയ്മെന്റ്, സ്വയം തൊഴിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെങ്കിൽ നമുക്ക് മെമ്പർഷിപ്പ് കിട്ടിയതിന് ശേഷം നമ്മൾ സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ്, COP എന്ന് പറയും, സർട്ടിഫിക്കറ്റ് ഓഫ് പ്രാക്ടീസ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് മേടിക്കണം. അങ്ങനെ COP ഉള്ള ഒരു പ്രൊഫഷണൽ, കമ്പനി സെക്രട്ടറി പ്രൊഫഷണലിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ചെയ്യാൻ സാധിക്കും. അടുത്തത്, ഓപ്പർച്യൂണിറ്റീസ് ടു കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. ഒരു കമ്പനി സെക്രട്ടറി, പ്രാക്ടീസിലുള്ള കമ്പനി സെക്രട്ടറിയുടെ സ്കോപ്പാണ് ഞാനിപ്പോൾ വിവരിക്കാൻ പോകുന്നത്. ഒരു കമ്പനി നമുക്കൊരു മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യാം. ഓക്കെ, ഒരു മനുഷ്യൻ ജനിച്ചതിന് ശേഷമാണ് മനുഷ്യന് പേരിടുന്നത്. ഞാനിപ്പോ കമ്പനിയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, കമ്പനി ജനിക്കുന്നതിന് മുമ്പേ കമ്പനിയുടെ പേര് നമ്മൾ ഫിക്സ് ചെയ്യും. ഇത് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറീസ് ആണ്. കാരണം കോർപ്പറേറ്റ് ലോ, കമ്പനി ലോ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു പ്രൊഫഷണലാണ് കമ്പനി സെക്രട്ടറി. അപ്പോൾ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയം മുതൽ കമ്പനി ഷട്ട് ഡൗൺ ചെയ്യുന്ന, ക്ലോസ് ചെയ്യുന്ന സമയം വരെ എല്ലാ ഘട്ടങ്ങളിലും കമ്പനി സെക്രട്ടറിയുടെ കയ്യൊപ്പുണ്ട്. അപ്പോൾ കമ്പനി സെക്രട്ടറി, അതായത് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി വഴിയാണ്. ദെൻ ഓരോ വർഷവും, അതായത് മനുഷ്യന് നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യൻ ജനിച്ചു, ദെൻ 3-ാമത്തെ വയസ്സിൽ ഡേ കെയറിൽ ചേർത്തു, ദെൻ 7-ാമത്തെ വയസ്സിൽ LKG UKG 1 2 അങ്ങനെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് അങ്ങനെ പഠിച്ച് മുമ്പോട്ട് പോകണം. അതേമാതിരി തന്നെ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും കമ്പനിയുടെ ഫിനാൻഷ്യൽസ് മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന് അറിയിക്കണം. അത് സർട്ടിഫൈ ചെയ്യുന്നത്, അത് കറക്റ്റ് ആണെന്ന് സർട്ടിഫൈ ചെയ്യുന്ന ജോലിയും കമ്പനി സെക്രട്ടറിക്ക് ഉണ്ട്. ദെൻ ഒരു മനുഷ്യൻ വലുതായി കഴിഞ്ഞാൽ കല്യാണം, അപ്പോൾ കല്യാണം കഴിക്കുന്നത് എല്ലാ കേസിലുണ്ട്. അപ്പോൾ ഒരു കമ്പനിയുടെ കേസിലാണെങ്കിൽ വേറൊരു കമ്പനിയായിട്ട് ലയിക്കണമില്ല, അതായത് മെർജർ ആൻഡ് അമാൽഗമേഷൻ, അത് ചെയ്യുന്നതും കമ്പനി സെക്രട്ടറീസ് ആണ്. അപ്പോൾ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിലും കമ്പനി സെക്രട്ടറിമാരുടെ കയ്യൊപ്പുണ്ട്. അപ്പോൾ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്ത സമയം മുതൽ കമ്പനി ക്ലോസ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ വൈൻഡപ്പ് ഡിസോൾവ് ചെയ്യുന്നത് വരെ കമ്പനി സെക്രട്ടറിമാരുടെ കയ്യൊപ്പ് എല്ലാ ഘട്ടങ്ങളിലും ഉണ്ടാവും. അപ്പോൾ കമ്പനി സെക്രട്ടറീസിനുള്ള സ്കോപ്പാണ് ഞാനിപ്പോൾ വിവരിച്ചിരിക്കുന്നത്. കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാനുള്ള സ്കോപ്പ്, ദെൻ നോൺ ഫിനാൻഷ്യൽ ഓഡിറ്റ്, സെക്രട്ടറിയൽ ഓഡിറ്റ് സർട്ടിഫൈ ചെയ്യേണ്ട, സൈൻ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി കമ്പനി സെക്രട്ടറീസ് ആണ്. ആ കമ്പനി നിയമത്തില് സെക്ഷൻ 204 പ്രകാരമാണ് സെക്രട്ടറിയൽ ഓഡിറ്റ് ചെയ്യേണ്ടത്. അത് കമ്പനി സെക്രട്ടറിക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ അത് കൂടാണ്ട് സർട്ടിഫിക്കേഷൻ, ദെൻ ഡ്യൂ ഡെലിജൻസ്, കമ്പനി നേർവഴിക്കാണ് പോകുന്നത് കറക്റ്റായിട്ട് നിയമപ്രകാരം ചെക്ക് ചെയ്തിട്ട് സർട്ടിഫൈ ചെയ്ത് കൊടുക്കേണ്ടത് കമ്പനി സെക്രട്ടറിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതാണ് ഡ്യൂ ഡെലിജൻസ് സർവീസ് എന്ന് പറയുന്നത്. ദെൻ അത് കൂടാണ്ട് NCLT ട്രൈബ്യൂണലിന്റെ മുമ്പിൽ അപ്പിയർ ചെയ്യേണ്ട ജോലി കമ്പനി സെക്രട്ടറീസിനുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, മെർജർ ആൻഡ് അമാൽഗമേഷൻ, ഒരു കമ്പനി വേറൊരു കമ്പനിയായിട്ട് മെർജ് ചെയ്യുക, അതായത് ലയിക്കുന്നത്, നിയമപ്രകാരം ലയിപ്പിക്കേണ്ട കടമ അല്ലെങ്കിൽ ജോലി കമ്പനി സെക്രട്ടറിക്കാണ്. ദെൻ അത് കൂടാണ്ട് ഒരു ജനറൽ ബോഡി മീറ്റിംഗിൽ വോട്ടിംഗ് ഉള്ള കമ്പനി ആണെങ്കിൽ സ്ക്രൂട്ടനൈസർ മാൻഡേറ്ററി ആയിട്ട് അപ്പോയിന്റ് ചെയ്യണം. അതായത് വോട്ടിംഗ് കറക്റ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്യേണ്ട കടമ സ്ക്രൂട്ടനൈസർക്ക് ഉണ്ട്. ആ സ്ക്രൂട്ടനൈസറായിട്ട് അപ്പോയിന്റ് ചെയ്യേണ്ടത്
കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്. കമ്പനി സെക്രട്ടറിനാണ് നമ്മൾ അപ്പോയിന്റ് ചെയ്യുക. വേറെ പ്രൊഫഷണൽ അപ്പോയിന്റ് ചെയ്യാം, പക്ഷെ മിക്ക കമ്പനിയും അപ്പോയിന്റ് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറി, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറീസിനെയാണ്. ദെൻ അത് കൂടാണ്ട് സ്റ്റോക്ക് ബ്രോക്കേഴ്സിന്റെ ഇന്റേണൽ ഓഡിറ്റ് ചെയ്യുന്നത് കമ്പനി സെക്രട്ടറീസ് ആണ്. പിന്നെ വേറെ നിയമപ്രകാരം, അതായത് ഫോറക്സ് നിയമം, ഫെമ എന്ന് പറയും, ഫെമ നിയമപ്രകാരം നിയമം കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ട് ഇല്ലയോ അതിന്റെ റിപ്പോർട്ട് എല്ലാം കൊടുക്കേണ്ടത് കമ്പനി സെക്രട്ടറീസ് ആണ്. പിന്നെ ലേബർ ലോ നിയമപ്രകാരവും കറക്റ്റ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യേണ്ട കടമ കമ്പനി സെക്രട്ടറീസ് ആണ്. പിന്നെ അത് കൂടാണ്ട് വാല്യുവേഷൻ, കമ്പനിയുടെ പ്രോപ്പർട്ടീസ് ആയിട്ടുള്ള മൂവബിൾ പ്രോപ്പർട്ടി, ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ്, അത് വാല്യൂ ചെയ്യേണ്ടത് ജോലി രജിസ്റ്റേർഡ് വാല്യൂവർക്കാണ്. കമ്പനി നിയമത്തിൽ പുതുതായിട്ട് വന്ന ഒരു പ്രൊഫഷനാണ് രജിസ്റ്റേർഡ് വാല്യൂവർ. രജിസ്റ്റേർഡ് വാല്യൂവർ ആയിട്ട് മോസ്റ്റ്ലി വരുന്നത് കമ്പനി സെക്രട്ടറീസ് ആണ്. അപ്പോൾ കമ്പനി സെക്രട്ടറി രജിസ്റ്റേർഡ് വാല്യൂവർ ആയിട്ട് വരാം. അപ്പോൾ അതിന് നമ്മൾ ഫർദർ പഠിക്കേണ്ടിയിരിക്കുന്നു, കുറെ എക്സാം പാസ് ആവണം രജിസ്റ്റേർഡ് വാല്യൂവർ ആവണമെങ്കിൽ. ഇതാണ് കമ്പനി സെക്രട്ടറി ഇൻ പ്രാക്ടീസ്, പ്രാക്ടീസിങ് കമ്പനി സെക്രട്ടറിയുടെ സ്കോപ്പ്. ഒരു കമ്പനി ജനിക്കുന്നത് മുതൽ കമ്പനി മരിക്കുന്നത് വരെ എല്ലാ ഘട്ടങ്ങളിലും കമ്പനി നിയമവും കമ്പനി ഇതര നിയമങ്ങളും കറക്റ്റായിട്ട് പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട കടമ കമ്പനി സെക്രട്ടറീസിനുണ്ട്. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒന്നാമത്തത് ആരാണ് കമ്പനി സെക്രട്ടറി, ദെൻ പ്രോസ്പെക്ട്സ് ഓഫ് ദി കമ്പനി സെക്രട്ടറി. ഒരു കമ്പനി സെക്രട്ടറി ആയിട്ടുണ്ടെങ്കിൽ എങ്ങനെയൊക്കെ ജോലിയിൽ പ്രവേശിക്കാം അത് കണ്ടു. മൂന്നാമതായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എല്ലാവരും കിട്ടാൻ ആഗ്രഹിക്കുന്നത് എന്താണ്, നമുക്ക് കിട്ടുന്ന റിട്ടേൺ. നമ്മളൊരു കമ്പനി സെക്രട്ടറി പ്രൊഫഷണൽ ആയിട്ടുണ്ടെങ്കിൽ ഒരു കമ്പനി സെക്രട്ടറിക്ക് എത്രയാണ് ഒരു റെമ്യൂണറേഷൻ കിട്ടുന്നത്? ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റും എത്രയാണ് ഒരു കമ്പനി സെക്രട്ടറിക്ക് കിട്ടുന്ന റെമ്യൂണറേഷൻ?